Hello everyone. Am I audible? Audible ആണോ? Yes, ma'am. Okay. 1 second. I'll share the. I hope everything is fine. അല്ലേ? Voice ഒന്നും കട്ട് ആവുന്നില്ലല്ലോ? Okay. ഞാൻ ഇത് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലീഗൽ കോൺസെപ്റ്റിന്റെ പേഴ്സണാലിറ്റി ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിന്റെ പാർട്ട് ഐ തോട്ട് ഓഫ് റിവൈസിങ് ഇറ്റ് മോർ ബിക്കോസ് അത് ഓഫൺ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ലുക്ക് അറ്റ് ദ സിലബസ് യുനോ നിങ്ങൾ APPന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസിന്റെ ഭാഗം വളരെ കുറച്ചുള്ളൂ അല്ലെ, വളരെ കുറച്ചുള്ളൂ. നമ്മളിപ്പോൾ മറ്റ് എക്സാംസുകൾ ഇപ്പോൾ ജുഡീഷ്യൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് the syllabus of this exam with the other syllabus, the problem is that അവരുടെ അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അല്ലെ. ദ സിലബസ് ഇസ് വെരി വാസ്റ്റ് ദർ. പക്ഷെ ഇവിടെ നമ്മൾ സിലബസ് വളരെ ചെറുതാണ്. അപ്പൊ നമ്മൾ സിലബസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമുക്ക് പോർഷൻസ് കുറച്ചുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. അതിനർത്ഥം നമുക്ക് തന്ന ടോപ്പിക്കുകൾ വി ഹാവ് ടു ഗോ ഇൻ ഡെപ്ത്. സ്ക്രീൻ ഞാൻ വിസിബിൾ ആക്കിയിട്ടില്ല. സ്ക്രീൻ ഞാൻ ഐ എം ഷെയറിങ്. ഓക്കെ, സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അപ്പം അത് ഇൻഡെപ്തിൽ പോകണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് ഹാസ് ടു ഗോ ഇൻ ഡെപ്ത്. പെർഫെക്റ്റ്. അപ്പം നമ്മൾ വീണ്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഐ ഹോപ്പ് my screen is visible. So just tell me whether the screen is visible now. Yes, ma'am. Okay, കാണാലോ സ്ക്രീന്? ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഗോയിങ് അഗെയിൻ ബാക്ക്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ APPന്റെ സിലബസ് വളരെ ചെറുതാണല്ലോ, ദിസ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദീസ് ഡേയ്സ് അല്ലെ, ഇത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം, ഇതാർക്കും ഇത് സിമ്പിൾ ആണ്, ഐ ക്യാൻ ക്രാക്ക് ദിസ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദിസ് ഇഫ് യു വർക്ക് ഹാർഡ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അത്ര സിമ്പിൾ ആയിട്ട് കാണരുത്. ഓക്കെ, യു ഹാവ് ടു ഗോ ഇൻ ഡെപ്ത്. എത്രത്തോളം ഡെപ്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വി ആർ കവറിങ് ഇറ്റ് ഇൻ ഡെപ്ത് ഹിയർ. അപ്പൊ എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രയും ഡെപ്തിൽ നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ലീഗൽ കോൺസെപ്റ്റ്സിൽ ആസ് ഐ ഹാവ് ടോൾഡ് യു നമ്മൾ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ പറ്റി പഠിച്ചപ്പം നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ് എന്ന് പഠിച്ചു അല്ലെ. കോർപ്പറേഷനെ പറ്റി എന്തൊക്കെയുള്ളത് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ ആർക്കാണ്? ഹു ഈസ് റെഡി ടു ഡു ദാറ്റ്? നോക്കി പറഞ്ഞാലും കുഴപ്പമില്ല. ഐ മീൻ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത്. ഇവിടെ ആരും ഒരു ജഡ്ജ്മെന്റിലും ആവില്ല. യു ക്യാൻ ജസ്റ്റ് ഷെയർ വാട്ട് വി ഹാവ് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. കം ഓൺ, എനിവൺ. ആരെങ്കിലും ഒരാള് മുന്നോട്ട് വരിക, ഇല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കുന്നതായിരിക്കും. എന്റെ സ്ക്രീന് നിങ്ങൾക്ക് കാണാലോ അല്ലെ? അല്ലെ, സ്ക്രീനൊക്കെ വിസിബിൾ ആണല്ലോ പ്രോപ്പർ ആയിട്ട്? ഓക്കെ, ഫൈൻ. അപ്പം ആൻസി ഒന്ന് പറഞ്ഞേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് എന്താണ് വേഗായിട്ട് ഓർമ്മ വരുന്നത് എന്നൊന്ന് പറഞ്ഞാൽ മതി. I don't want anything in depth, but I just wanted the blueprint. Come on, tell me. പറയൂ. ആക്ച്വലി റീസെന്റ് ജോയിൻ ചെയ്തതാണ് ഞാൻ. റെക്കോർഡ് വേർഷൻ ഞാൻ കണ്ടില്ല. അതിന് റെക്കോർഡ് വേർഷൻ കണ്ടതിന്റെ വെച്ചത്തിലാണ് മാം ചോദിച്ചതിനുള്ള ആൻസർ എനിക്ക് പറയാൻ പറ്റിയത്. എനിക്ക് 3rd ക്ലാസ്സിന്റെ എനിക്ക് കാണാൻ പറ്റിയില്ല, അതിന് ഇച്ചിരി ബിസി ആയിരുന്നു. ഓക്കെ, ഫൈൻ. ഷബാന? Corporation is a legal person. മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരാൾ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കാണ് എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ? ഐ എം ജസ്റ്റ് റാൻഡംലി ആസ്കിങ്. സോ റാൻഡം ആയിട്ട് കിട്ടിയാൽ മതി എനിക്ക്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ഇൻ എ വെരി ഫോർമൽ ആയിട്ടൊന്നും പറയണ്ട. ജസ്റ്റ് ടെൽ മീ വാട്ട് യു ഹാവ് ലേൺഡ്. ഓക്കെ. It is considered as an institution like a university, and it is funds are devoted to the specific purpose. അത് ഓരോ തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ? ഓരോ തിയറീസ്.
There are kinds of corporation, ma'am. First, corporation aggregate, corporation sole, and there are members, beneficiaries, Hmm. and Okay, also fine, you fine, fine. മനസ്സിലായി. Okay. Anyone else who is ready to? Anyone else? You can unmute yourself and do the part. Anyone else? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോർപ്പറേഷന്റെ തിയറീസ് നമ്മൾ നോക്കിയിരുന്നു. അതേപോലെ തന്നെ കോർപ്പറേഷൻ എത്ര ടൈപ്പ് ആണെന്ന് നമ്മൾ നോക്കി അല്ലെ. പിന്നെ വീണ്ടും നമ്മൾ എന്താ പറയാ ലീഗൽ പേഴ്സൺസിന്റെ ടൈപ്പ് നോക്കി. പിന്നെ കോർപ്പറേഷനിൽ നമ്മൾ വീണ്ടും ടൈപ്പ് നോക്കി. സോ ഇന്ന് നമ്മൾ കോർപ്പറേഷൻ ഒന്നും കൂടി ഒരു ഡെപ്തിലോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി വെൻ യു ലുക്ക് അറ്റ് ദ സ്ലൈഡ്, ഇവിടെ കോർപ്പറേഷൻ, സപ്പോസ് എ ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ്, യു നോ ലൈക്ക് ഹൂ അല്ലെങ്കിൽ വാട്ട് ഇസ് എ കോർപ്പറേഷൻ അഗ്രിഗേറ്റ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ, ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇയാള് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഓക്കെ, സോ അങ്ങനെ ഈ രണ്ട് ടൈപ്പ് ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് കോർപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കോർപ്പറേഷൻ അഗ്രിഗേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോർപ്പറേഷൻ സോൾ എന്നുള്ളത്. അപ്പൊ ഈ കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് an association of human beings united for the purpose of forwarding this common interest. അതായത് നമ്മൾ സാധാരണ ഒരു കമ്പനി എന്നൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, ഒരു റെയിൽവേ കോർപ്പറേഷൻ, ഒരു ചാർട്ടേഡ് യൂണിവേഴ്സിറ്റി. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ അവർ കമ്പൈൻ ചെയ്തിട്ട് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ദേ ആർ, എന്താ പറയുക, ഒരു കോമൺ ഇൻട്രസ്റ്റ് അവർക്കുണ്ട്, അതിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോർപ്പറേറ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എൻ അസോസിയേഷൻ. ആളുകൾ, കോർപ്പറേഷൻ സോൾ ഇസ് എ വൺ പേഴ്സൺ, സിംഗിൾ പേഴ്സൺ. അതെ, കോർപ്പറേഷൻ സോൾ 1 പേഴ്സൺ ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് കോർപ്പറേഷൻ അഗ്രിഗേറ്റ്. ഓക്കെ മാം. ഓക്കെ, സ്ക്രീന് കാണാലോ അല്ലെ? നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? കാണാം മാം, കാണാം. ഓക്കെ, അപ്പൊ ഞാൻ കോർപ്പറേഷൻ അഗ്രിഗേറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ്, എന്താണ്, ഹ്യൂമൻ ബീങ്സിന്റെ ഒരു അസോസിയേഷൻ എന്നുള്ള ഒരു സാധനം നിങ്ങൾ ഓർത്തിരിക്കണം. അസോസിയേഷൻ, ഓക്കെ, അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസോസിയേഷൻ, അപ്പൊ അതിനൊരു എക്സാമ്പിൾസ് കുറച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എടുക്കാം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് യൂണിവേഴ്സിറ്റി എടുക്കാം, റെയിൽവേ കോർപ്പറേഷൻ എടുക്കാം, മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ എടുക്കാം. നൗ എന്തായിരുന്നു കോർപ്പറേഷൻ സോൾ? സോൾ എന്നുള്ള വാക്കിൽ നിന്ന് ആ കോർപ്പറേഷൻ സോൾ എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഓപ്ഷനിലോ സിംഗിൾ പേഴ്സൺ, യെസ് അങ്ങനെ വരികയാണെങ്കിൽ കോർപ്പറേഷൻ സോൾ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? സിംഗിൾ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കോർപ്പറേഷൻ സോളിനെ മനസ്സിലാക്കുന്നത്, ഒരു സിംഗിൾ പേഴ്സൺ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും നമ്മൾ ആ ഒരു, എന്താ പറയാ, ആ ഒരു ഓഫീസിന്റെ ഫംഗ്ഷനെ പ്രൊജക്ട് ചെയ്യുന്നത്. ആ ഓഫീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ഓഫീസ് അവിടെ പെർപെച്വൽ ആയിട്ട് പോകും അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് പോകും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ്, അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ്. അപ്പൊ ആ ഒരു ഓഫീസിനെയാണ് നമ്മൾ കോർപ്പറേഷൻ സോൾ എന്ന് പറഞ്ഞ് നിർത്തുന്നത്. അതിലുള്ള ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പൊ അതിന് നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ വി ക്യാൻ ടേക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ലൈക്ക് ഐ സെഡ്, or you can quote the example of the president of India. അങ്ങനെയുള്ള ഒരു പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, വിച്ച് കീപ് ഓൺ ചേഞ്ചിങ്. പക്ഷെ ദാറ്റ് പോസ്റ്റ് വിൽ ബി പെർമനന്റ്. അതിന്റെ ആളുകൾ എന്തായിരിക്കും? ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ അഗ്രിഗേറ്റ് ആൻഡ് കോർപ്പറേഷൻ സോൾ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് രണ്ടിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും അഗ്രിഗേറ്റ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഗ്രിഗേറ്റ് എന്നുള്ള ഇതിലെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ അസോസിയേഷൻ എന്നുള്ളതിനോട് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ കോർപ്പറേഷൻ സോൾ എന്ന് പറയുമ്പോൾ സോൾ എന്നുള്ളത് ഒരാൾ, ഒറ്റൊരു വ്യക്തി എന്നുള്ളൊരു മീനിങ്ങിലോട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ മാക്സിമം നിങ്ങൾ ഏതൊരു സബ്ജക്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്, PSC പോലുള്ള ഇങ്ങനത്തെ ഒരു എക്സാംസിനൊക്കെ ദേ വിൽ ബി ഗിവിംഗ് ഓപ്ഷൻസ് അല്ലെ, ഓപ്ഷൻസ് ആണ്. നമ്മൾ മെയിൻസ് എക്സാം ഒക്കെ എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ റിട്ടൺ എക്സാം എഴുതുന്നത് പോലെ there is no need to write everything from your brain എന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾ അതിൽ പകർത്ത് അത് നമ്മളിങ്ങനെ എഴുതുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെ മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുത്ത് ഇങ്ങനെ നമ്മൾ എഴുതുകയാണ്.
പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ മെമ്മറിന്ന് നമുക്ക് ആ ക്വസ്റ്റ്യനും ആൻസറും നമ്മളുടെ മുന്നിലുണ്ട്. ആ 4 ഓപ്ഷൻസിൽ നമ്മുടെ ആൻസർ വിസിബിൾ ആണ്. യു ക്യാൻ സീ ത്രൂ യുവർ ഐസ് അല്ലെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ആൻസറിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ആ 4 ഒരു ആൻസറിലോട്ട് നമ്മൾ എത്തണം, കറക്റ്റ് ആൻസറിലോട്ട് അല്ലെ. അപ്പം അത് എത്തിയാൽ മതി. അപ്പം ഈ കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്താണ് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. അതേപോലെ കോർപ്പറേഷൻ സോൾ. അപ്പൊ ഈ രണ്ടിന്റെയും ഇതിൽ ബൈഹാർട്ട് പഠിക്കലൊന്നും നടക്കൂല. ഓക്കെ, കാരണം ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പുസ്തകവും PSC ഒന്നും ഇറക്കുന്നില്ല. അപ്പൊ നമുക്ക് എവിടെയും ഒരു ബൈഹാർട്ട് കാര്യങ്ങളൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ എന്താണോ ഉള്ളത് അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് സിലബസിലൂടെ പോവാം. എന്നിട്ട് പിന്നെ നമുക്ക് എഴുതാൻ പറ്റും. ആ 4 ഓപ്ഷനിലേക്ക് എത്തിയാൽ മതിയല്ലോ, നമ്മൾ കറക്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയാൽ മതി. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ 2 ടൈപ്പ് ഉണ്ട്, കോർപ്പറേഷൻ അഗ്രിഗേറ്റും കോർപ്പറേഷൻ സോൾ എന്നുള്ളത്. കോർപ്പറേഷൻ സോൾ എന്ന് പറയുമ്പോൾ സിംഗിൾ പേഴ്സൺ, ലൈക്ക് ഐ സെഡ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. പിന്നെ ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിലോട്ട് വരൂല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരൂല. അതുകൊണ്ട് തന്നെ ഇതിപ്പോ പഠിക്കുമ്പോൾ തന്നെ അത് കോൺക്രീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് സെയിം. നമ്മൾ ഒരു പുതിയൊരു ടോപ്പിക്ക് പുതിയതായിട്ട് പഠിക്കുന്നതും പഠിച്ചൊരു ടോപ്പിക്ക് നിങ്ങൾ 10 പ്രാവശ്യം വായിക്കുന്നതിലും ഏറ്റവും എക്സ്പേർട്ട് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ ബ്രെയിനിൽ ക്രിസ്റ്റൽ ക്ലിയറിൽ നിൽക്കുന്നത് എന്തായിരിക്കും? ഒരേ കാര്യം നിങ്ങൾ 10 പ്രാവശ്യം പഠിക്കുന്നതും ഒരു പുതിയ കാര്യം പഠിക്കുന്നതും ഏതായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? ഒരേ കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് 10 തവണ വായിക്കുന്നതും ഒരു ഫ്രഷ് ആയിട്ട് ഒരു സാധനം നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി വരുന്നത് ഏതിനായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? ഏതിനാണ്? പ്രോപ്പർ ആയിട്ട് വായിക്കുന്നത്. 10 തവണ വായിക്കുന്നത് അല്ലെ? ബിക്കോസ് അത് നമ്മൾക്ക് നമ്മള് ഓരോ ലോബ്സുകൾ ഉണ്ട് ബ്രെയിനിൽ. അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ച ഒരു ക്ലാരിറ്റി വരുത്തുമ്പോൾ അത് നമ്മളെ പെർമനന്റ് മെമ്മറിയിലോട്ട് മാറുകയാണ്. ഒരു പ്ലേസിൽ നിന്ന് അത് വേറൊരു പ്ലേസ് ഓഫ് ദ ബ്രെയിനിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഈസ് എ ലീഗൽ പേഴ്സൺ അല്ല. നിയമത്തിന്റെ മുന്നിൽ അത് എന്ത് തന്നെയാണ്? ഒരു പേഴ്സൺ തന്നെയാണ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എന്താ പറയാ കോർപ്പറേറ്റ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് എ ലീഗൽ പേഴ്സൺ. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീങ്. മനുഷ്യനല്ല, ഇത് മനുഷ്യരിലൂടെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ. ദിസ് ഇസ് നോട്ട് എ പ്രോപ്പർ ഹ്യൂമൻ ബീങ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ബീങ് ബട്ട് ഇറ്റ് ആക്ട്സ് ത്രൂ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലൂടെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ എന്തുകൊണ്ടാണ് ലീഗൽ പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ സാധാരണ ഒരു കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ സൂ ചെയ്യുക അല്ലെങ്കിൽ ബി സൂഡ് അല്ലെങ്കിൽ എൻറ്ററിങ് ഇൻ ടു ദ കോൺട്രാക്ട്സ് അല്ലെ. സ്വന്തമായിട്ട് പ്രോപ്പർട്ടികൾ അസറ്റുകൾ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫോർ ഹ്യൂമൻ ബീങ്സ്. സോ സിമിലർ തിങ് ഹാസ് ബീൻ ഗിവൺ ടു എന്തിനാ നമ്മൾ സിമിലർ കാര്യം നമ്മൾ ആർക്കും കൂടിയും കൊടുക്കുന്നുണ്ട്? നമ്മൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ജൂറിസ്റ്റിക് അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺസിനും ഇതേ സെയിം സ്റ്റേറ്റസ് ആണ്. അപ്പം ഒരു പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീങ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതും ആര് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലീഗൽ പേഴ്സൺ ചെയ്യുന്നുണ്ട്, ജൂറിസ്റ്റിക് പേഴ്സൺ ചെയ്യുന്നുണ്ട്. ഹൗ? ത്രൂ ദ ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ബീങ്സിലൂടെ. ഓക്കെ, ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഐ വോണ്ട് ദിസ് കോൺസെപ്റ്റ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ. നോട്ട് ജസ്റ്റ് ക്ലിയർ, പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. പക്ഷെ ഐ എം അഗെയിൻ റിപ്പീറ്റിംഗ് ഇറ്റ്. വീണ്ടും വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് ഡെപ്തിൽ പോകുന്നത്. നാളെ ഇതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും, ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഐ വാണ്ടഡ് യു ടു ആൻസർ ദിസ്. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനെ വരുന്നുണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ്. അപ്പൊ സോളമൻ വേഴ്സസ് സോളമന്റെ കേസ് മുന്നേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം കമ്പനി ഹാസ് എ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്ട് ആണ്. അതായത് ഇപ്പൊ ആ കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനും ഷബാന അതേപോലെ അഞ്ജന, ആൻസി, ഞങ്ങൾ 3 പേരും കൂടി ഒരു കമ്പനി തുടങ്ങാണ്. ഓക്കെ, ഞങ്ങൾ 3 പേരും ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഞങ്ങളെ കമ്പനീന്റെ പേര് ഫോർ എക്സാമ്പിൾ നമുക്ക് ആഡ്ഹോക്ക് എന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആഡ്ഹോക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആഡ്ഹോക്ക് കമ്പനിക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ഞാനും എന്റെ കൂടെയുള്ള പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ 3 പേരുടെ ഐഡന്റിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങൾ 3 പേര് ആസ് എ മെമ്പർ എന്നുള്ളതിൽ നിന്നുള്ള ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആ കമ്പനിക്ക് ഉണ്ട്. ആ കമ്പനിക്ക് സ്വന്തം പേരിൽ അസറ്റുകൾ ഓൺ ചെയ്യാം,
കമ്പനിക്ക് എന്താ പറയാ പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കമ്പനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണമെങ്കിൽ പറ്റും, കമ്പനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ദ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ടുണ്ട്. അവിടെ ഷബാനയുടെയും എന്റെയും അഞ്ജനയുടെയും കമ്പനി എന്ന് നമ്മൾ ഇവൻ ദോ അത് ഞങ്ങളുടെ കമ്പനി ആണെങ്കിൽ കൂടിയിട്ട് കമ്പനിക്ക് എന്നിട്ട് കമ്പനി ഞങ്ങളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ആരെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കണമല്ലോ അല്ലെ, മനുഷ്യന്മാർ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. പക്ഷെ എങ്കിലും കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം, നമ്മൾ പറയല്ലോ നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണം എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു വ്യക്തിത്വം ആർക്ക് നിയമം കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിക്ക് നിയമം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സോളമൻ കേസ് ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു കേസാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് കമ്പനി ഹാസ് എ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി which is distinct or which is different from its members or subscribers. ഇപ്പൊ ഞാനും അഞ്ജിതയും അഞ്ജനൊക്കെ ഫോർ എക്സാമ്പിൾ ഞങ്ങളുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഐഡന്റിറ്റിയിൽ നിന്നും വ്യത്യസ്തമാണ് എന്തിന്റെ ഐഡന്റിറ്റി? ആ കമ്പനിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, പെർഫെക്റ്റ്. നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് പെർപച്വൽ സക്സഷൻ ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫോർ എക്സാമ്പിൾ രത്തൻ ടാറ്റ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങി വെച്ച കമ്പനിയാണ് ടാറ്റ അല്ലെ. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. കമ്പനി ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. ഇപ്പൊ റൺ ചെയ്യുന്ന അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കമ്പനീന്റെ ലീഗൽ ഹയേഴ്സിലോട്ട് അത് പോകും, അല്ലെങ്കിൽ അതിന് വേറെ അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് അതിൻ്റെ അത് പോകേണ്ടതെന്ന്. അപ്പൊ മനുഷ്യന്മാര് മരിച്ചു പോയാലും അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു എക്സിസ്റ്റൻസ് കഴിഞ്ഞാലും ഇപ്പൊ ഈ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കഴിഞ്ഞാലും ഈ കമ്പനി എന്തെന്നെയാണ്? കമ്പനി ഹാസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. കമ്പനിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന്റെ മരണം കൊണ്ട് എന്താവുന്നില്ല? കമ്പനി ഡസ് നോട്ട് കം ടു എൻ എൻഡ്. കമ്പനി എന്താവുന്നില്ല? എൻഡിലോട്ട് പോകുന്നില്ല. കമ്പനി does not end. കാരണം ഇറ്റ് ഹാസ് പെർപച്വൽ സക്സഷൻ. അതിന് എന്തുണ്ട്? പെർപച്വൽ സക്സഷൻ ഉണ്ട്. പെർപച്വൽ സക്സഷൻ എന്ന് പറയുകയാണെങ്കിൽ പെർപച്വൽ എന്നതിന്റെ അർത്ഥം കണ്ടിന്യൂസ്, കാലാകാലം നിലനിൽക്കുന്ന, പെർമനന്റ് എന്നൊക്കെയാണ് പെർപച്വൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? മെമ്പേഴ്സ് മരിച്ചു കഴിഞ്ഞാലും എന്താണ്? ഇറ്റ് വിൽ ഗോ ഓൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Is that clear, everyone? Yes, ma'am. Okay. So perpetual means it has a continuous existence. Personality does not come to an end with the death of any of its members because it has perpetual succession. അപ്പം law provides procedure. ഇനിയിപ്പോ ഇൻ കേസ് ആ കമ്പനിക്ക് വൈൻഡപ്പ് ചെയ്യണം, കമ്പനിക്ക് പെർപച്വൽ സക്സഷൻ ഉണ്ട്, അത് കാലാകാലം നമുക്കത് സക്സീഡ് ചെയ്ത് പോവാം എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും കമ്പനി സപ്പോസ് നമുക്ക് വൈൻഡപ്പ് ആക്കണം, അല്ലെങ്കിൽ കമ്പനിന്റെ ആ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ എൻഡ് ആക്കാൻ പോവാണ്, മനുഷ്യനെ കൊല്ലുന്നത് പോലെ കമ്പനിയെ സപ്പോസ് കൊല്ലാൻ പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി ലോയില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്? ഹൗ യു ക്യാൻ വൈൻഡ് അപ്പ് എ കോർപ്പറേറ്റ് ബോഡി. ഒരു കോർപ്പറേറ്റ് ബോഡി എങ്ങനെ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതും കമ്പനി ലോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ഐ ആം ക്ലിയർ, ഐ ആം മേക്കിംഗ് സെൻസ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ കമ്പനി നെവർ ഡൈസ്. കമ്പനി നെവർ ഡൈസ് ഈവൻ ഇഫ് ദ മെമ്പേഴ്സ് സീസ് ടു എക്സിസ്റ്റ്, സീസ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും ഇറ്റ് ഈസ് വോണ്ട് അപ്പ് ആസ് പെർ ദ പ്രോവിഷൻ. ഞാൻ പറഞ്ഞല്ലോ മെമ്പേഴ്സ് മരിച്ചു, അപ്പൊ ഇത് മുന്നോട്ടേക്ക് പോകും. ഇൻ കേസ് അവർക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറിൽ വളരെ കൃത്യമായിട്ട് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു കമ്പനി, അല്ലെങ്കിൽ വാട്ട് ആർ ആൾ ദ പ്രൊസീജിയേഴ്സ് ടു ബി കംപ്ലൈഡ് ടു വൈൻഡ് അപ്പ് എ കമ്പനി എന്നുള്ളത്. ഓക്കെ, അപ്പം റീനോയിൽ ടെഡ്മാൻ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കേസിൽ പറയുന്നുണ്ട് a company's members may come and go, but this does not affect the legal personality of the company. One second. Okay,
അപ്പൊ റീനോയിൽ ടെഡ്മാൻ ഹോൾഡിംഗ്സിൽ സ്റ്റേറ്റഡ് ദാറ്റ് കമ്പനിയുടെ മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ, ബട്ട് ദിസ് ഡസ് നോട്ട് ഇഫക്ട് ലീഗൽ പേഴ്സണാലിറ്റി. ആളുകൾ വരും പോകും, അതൊന്നും കമ്പനിയുടെ എന്തിനെ ബാധിക്കുന്നില്ല. ദാറ്റ് ഡസ് നോട്ട് ഇഫക്ട് ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റി അത് ബാധിക്കുന്നേ ഇല്ല. ക്ലിയർ ആണല്ലോ? ഈ കപ്പാസിറ്റി ടു സൂ ആൻഡ് ടു ബി സൂഡ് ആണ്. ഓക്കെ, കപ്പാസിറ്റി ടു സൂ ആൻഡ് ടു ബി സൂഡ് ആണ്. അപ്പം ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്നിരിക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പല കേസസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നതും. ആമസോണിനെതിരെയൊക്കെ പല കേസുകളും ഒക്കെ ഡൽഹി ഹൈക്കോർട്ടിലൊക്കെ ഞാൻ ഇപ്പുറത്തെ ലോയർ ആയിട്ട് ഐ വാസ് വർക്കിംഗ് ആസ് എ സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ. അപ്പം അവിടെയൊക്കെ നമുക്ക് ബിഗ് കോർപ്പറേറ്റ്സിനെതിരെ കേസ് കൊടുക്കും. അവർ സപ്പോസ് ഇൻകം ടാക്സ് ഫയലിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല, ഇപ്പൊ കൺസ്യൂമർ കേസസ് ഒക്കെ വി ആർ ഫയലിംഗ് ഇറ്റ് അഗെയിൻസ്റ്റ് എ കമ്പനി, റൈറ്റ്? അപ്പം കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആയിക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി സൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി സൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. പിന്നെ കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാം. ഓക്കെ, കമ്പനിയുടെ പേരിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാം. അപ്പൊ മെമ്പേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാം, പേഴ്സണാലിറ്റി ഉണ്ട്, എൻജോയ് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഓക്കെ, സോ ബീങ് എ ലീഗൽ എൻറ്റിറ്റി ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് അവർക്കുള്ളത്. ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ക്യാൻ ഓൺ, എൻജോയ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഓക്കെ, ഇനി കോൺട്രാക്ച്വൽ റൈറ്റ്സുകളാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു കമ്പനിക്കും എന്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കമ്പനി ക്യാൻ ഓൾസോ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ്. കമ്പനിക്ക് സ്വന്തമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് വി ഹാവ് ഡിസ്കസ്, ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. പറ്റുകയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി സോ ഗ്ലാഡ്. നിങ്ങൾ ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ക്യാമറ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്യുക. നമുക്ക് എല്ലാവരും പരസ്പരം കാണുകയും ചെയ്യാം. വളരെ ഹാപ്പി ആയിട്ട് ജോലി ആയിട്ട് ക്ലാസ് എടുത്ത് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ ഒരു ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ഫൈൻ. ഷബാന ഹാസ് മെയ്ഡ് ദാറ്റ് അറ്റംപ്റ്റ്. ഇനി വേണവർക്ക് ഓൺ ആക്കാം. ഓക്കെ, ഇവിടെ ഒരു ജഡ്ജ്മെന്റല്ലോ ഈ ക്ലാസ് പോകില്ല. വളരെ നമുക്ക് എന്തായാലും പഠിക്കുന്നത് നമുക്ക് വൃത്തിക്ക് കുറച്ച് എന്താ പറയാ, ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് പോകും. എന്തായാലും ഇത് വളരെ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നല്ല ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിയറി പോർഷൻ ആണ്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്കത് എക്സാമിന് ഓർമ്മ വരിക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മളെ ബ്രെയിനിൽ നിൽക്കണം. യു ഹാവ് ടു ഡു കോൺസ്റ്റന്റ് റിവിഷൻ. ഇനിയിപ്പോ നിങ്ങൾ ക്രിമിനൽ ലോസ് ഒക്കെ പഠിക്കുമ്പോൾ BNSS, BNS, BSA ഒക്കെ പഠിക്കുമ്പോൾ lot of chances there, you're studying a lot of things. ഇത് കുറച്ച് ഡെപ്തിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളത് മറക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം മറന്നു പോകും നമ്മൾ. മനുഷ്യന്മാരാണെങ്കിൽ മറക്കും, അതാണ് നമ്മളുടെ ഒരു ഇത്. അപ്പൊ അത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം പ്രോപ്പർലി. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നതാണെങ്കിലും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഓക്കെ, ഇതെനിക്ക് എക്സാമിന്റെ അന്ന് ഓർമ്മ വരുമോ ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, ആ ഒരു രീതിയിലേക്ക് ഞാൻ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ സെൽഫായിട്ട് ചോദിക്കേണ്ട ചോദ്യം ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും. അല്ലാതെ വെറുതെ നിങ്ങൾ ഇവിടെ ആരും ബോധിപ്പിക്കാൻ വേണ്ടി വായിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ ഗ്രോൺ അപ്പ് നൗ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ ഇതാക്കണം എന്നുള്ളത് നമ്മൾ കോളേജിൽ പരീക്ഷ എഴുതുന്ന പോലെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്. ചിലപ്പോൾ ഇതിൽ എഴുതി പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ ജനറലി അല്ലാത്തവർക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ കുറച്ച് കാണരുത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ നമ്മൾ ഒരു രീതിയിലും കുറച്ച് കൊണ്ടുവരുത്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ഇസ് എ ടോട്ടലി ഡിഫറെന്റ് ഗെയിം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ഹാവ് ടു ബി ലൈക്ക് ഈദർ യു ആർ ഡൂയിങ് ഇറ്റ് വെരി ക്ലിയർലി, വളരെ വൃത്തിക്ക് പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക. ഇതിന്റെ ഇടയിൽ പോയി നിൽക്കരുത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് എന്നൊക്കെ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ ഫീച്ചർ എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കാം. അപ്പൊ അതൊക്കെ ഏകദേശം മൈൻഡിൽ ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസർ കുത്തും. ഫൈൻ. നമ്മൾ തിയറീസ് ആണ് പഠിക്കുന്നത്. തിയറീസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്.
അപ്പൊ ഇന്നൊരു ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ഒരു 2 തിയറി കൂടി എനിക്ക് കിട്ടി. സോ ഐ തോട്ട് അതും കൂടി ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വിൽ ഡു ആസ് എ റിവിഷൻ. ഓക്കെ, അപ്പം വേരിയസ് തിയറീസ് ഉണ്ട്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ തിയറീസ് ഉണ്ട് ലീഗൽ പേഴ്സണാലിറ്റി. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്കറിയാം ഒരു നിയമത്തിൽ ഒരു കോൺസെപ്റ്റ് വരുമ്പം അതിന് കുറെ ജൂറിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ജൂറിസ്റ്റ് ഒരു ആശയം പറയും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. പിന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ക്രിറ്റിക്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് പോകുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി നമുക്കിപ്പോ ആ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന A to Z കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് ഒരു തിയറി വരുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രൊപ്പൗണ്ടർ ഉണ്ടെങ്കിൽ അയാൾ ആരാന്നുള്ളത് പഠിച്ചു വെക്കുക. ഇപ്പൊ ഈ ഫിക്ഷൻ തിയറിക്കൊക്കെ ശരിക്കും കുറെ പ്രൊപ്പൗണ്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കുറെ ആൾക്കാരുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് ഹ്യൂമൻലി പോസിബിൾ അല്ല. പക്ഷേ സാവിഗ്നി എന്ന ആള് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിൽ ആളാണ് സാവിഗ്നി അല്ലെ. വേറെ ആരെങ്കിലും ഓർമ്മ ഉണ്ടോ ഹിസ്റ്റോറിക്കൽ ജൂറിസ്പ്രുഡൻസിലെ? സാൽമൺ ഹോളൻഡ്, പിന്നെ ഒരു പ്രൊപ്പൗണ്ടറും കൂടി ഉണ്ടല്ലോ, ബ്ലാക്ക്സ്റ്റോൺ അല്ല വേറെ, എനിക്ക് കിട്ടുന്നില്ല അയാളെ പേര് ആക്ച്വലി, അത് ഞാൻ ചോദിക്കണം. ഗ്രേ വോൾഫ് വോൾഗീസ്റ്റ് തിയറി ആരായിരുന്നു കൊടുത്തിരുന്നത്? വോൾഗീസ്റ്റ് തിയറി സാവിഗ്നിയുടെ ആണല്ലോ വോൾഗീസ്റ്റ് തിയറി. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയൊക്കെ ചോദിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പം ഫിക്ഷൻ തിയറി സാവിഗ്നി ആണ്. ഓക്കെ, അപ്പൊ സാവിഗ്നി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്ഷൻ തിയറിയിൽ പഠിക്കുമ്പം സാവിഗ്നിയെ കണ്ടു കഴിഞ്ഞാൽ സാവിഗ്നിയെ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഫിക്ഷൻ തിയറി സാവിഗ്നി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഫിക്ഷൻ തിയറി നമ്മളൊരു പറയുന്നത് കോർപ്പറേഷൻ എന്നുള്ളത് ഒരു ഫിക്ഷന്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മെറ്റഫറിന്റെ ഔട്ട്കം ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ ആസ് പെർ ദ ഫിക്ഷൻ തിയറി, കോർപ്പറേഷൻ എക്സിസ്റ്റ് ഓൺലി ആസ് എൻ ഔട്ട്കം ഓഫ് ഫിക്ഷൻ ഓർ മെറ്റഫർ. ഫിക്ഷൻ ഓർ മെറ്റഫറിന്റെ ഔട്ട്കം ആണ് എന്ന് പറയുന്നത്. സോ ദ പേഴ്സണാലിറ്റി ദാറ്റ് ഇസ് അറ്റാച്ച്ഡ്, ഒരു പ്യൂർലി നമ്മളൊരു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു കഥ അങ്ങനെയൊക്കെ നമുക്കറിയാലോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫിക്ഷൻ അല്ലെ. ഒരു മെറ്റഫറിക്കൽ, നമ്മൾ ഉപമിക്കാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ സോർട്ട് ഓഫ്. ഓക്കെ, സോ അതാണ് ഈ ഒരു തിയറി പറയുന്നത്. ശരിക്കും പ്യൂർലി ഇതൊരു ലീഗൽ ഫിക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് നിയമത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വേറെയും ജൂറിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കൂടി ഇതിൽ പഠിക്കാം. കാരണം നമുക്കിപ്പോ ഇതിൽ ആരാണോ ഒരു ചോദിക്കാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഒന്ന് സാൽമണ്ട് പഠിക്കുക, സാവിഗ്നി പഠിക്കുക, സാൽമണ്ട് പഠിക്കുക, ഹോളണ്ട് പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ഫിക്ഷൻ തിയറി എന്താ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പിന്നെ അത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. യു നോ ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് പിന്നെ അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പം ജുഡീഷ്യൽ പേഴ്സൺസ് ഹു എക്സിസ്റ്റ് അൺലൈക്ക് ദ നാച്ചുറൽ പേഴ്സൺസ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ഉപമിച്ചത് സാൽമണ്ട് ആയാലും ഹോളണ്ട് ആയാലും ഒക്കെ പറഞ്ഞത് they term the corporate personality as a judicial persons who exist only for judicial purpose-ന് വേണ്ടിയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർപ്പറേഷന്റെ ലയബിലിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാമോ, ഏതൊരു തിയറി വരുന്ന സമയത്താണെങ്കിലും അതിന് എന്തും കൂടി ഉണ്ട്, അതിന് ക്രിറ്റിസിസംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് ക്രിറ്റിസിസംസ് ഉണ്ടായിരിക്കും, അതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഏതൊരു കാര്യം വരുമ്പോൾ അതിന് കുറ്റം പറയാൻ അല്ലെങ്കിൽ അതിന് രണ്ട് സൈഡിൽ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ. ദാറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ. അതേപോലെ തന്നെ തിയറീസ് ആണെങ്കിലും അതിന് ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതായത് ഇനിയിപ്പോ ഇൻ കേസ് ക്രിറ്റിസിസംസ് നിങ്ങൾക്ക് ഓർത്തില്ലെങ്കിലും ഇൻ കേസ് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കുക. കാരണം അവരെ കോൺസെപ്റ്റ് എന്താണോ, അവരെന്ത് സാധനമാണോ മുന്നോട്ട് വെച്ചത്, അതിന്റെ എന്തെങ്കിലും ഒരു പഴുതോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ആയിരിക്കും ക്രിറ്റിസിസം ആയിട്ട് വരിക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ലോജിക്കലി ഓൾസോ യു ക്യാൻ തിങ്ക് ആൻഡ് അറൈവ് അറ്റ് ദ ആൻസർ. അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഇവര് കോർപ്പറേഷന്റെ ഒരു ലയബിലിറ്റിനെ പറ്റി ഈ ഒരു എന്താ പറയാ തിയറി ഇവര് ഫെയിലിയർ ആയിരുന്നു ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ് എന്നുള്ള ക്രിറ്റിസിസംസ് ആണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പൗണ്ടർ ആരാന്നുള്ളത് മനസ്സിലാക്കുക, ഹു വാസ് ദ പ്രൊപ്പൗണ്ടർ എന്നുള്ളത്,
പ്രൊപ്പോണ്ടർ ആണ് മുന്നോട്ട് വെച്ചത്. പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചില തിയറീസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇവൻഡോ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഡിക്റ്റോ ഒന്നും അതിന് സപ്പോർട്ട് ചെയ്യില്ല. അവർക്കും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയങ്ങളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ ഇവര് പറഞ്ഞു കണ്ടില്ലേ, ഇവരാണെങ്കിലും ഇവര് വേറൊരു സംഭവം ഇവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടേം ദ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആസ് ജുഡീഷ്യൽ പേഴ്സൺസ് ഹു എക്സിസ്റ്റ് ഓൺലി ഫോർ ജുഡീഷ്യൽ പർപ്പസസ് അൺലൈക്ക് ദ നാച്ചുറൽ പേഴ്സൺസ്. അപ്പൊ ജുഡീഷ്യൽ എന്നുള്ളൊരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ പേഴ്സൺസ് എന്നുള്ളൊരു കോയിനേജ് അവരെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് വായിച്ചാൽ മതി. റിയലിസ്റ്റ് തിയറി ആണ്. റിയലിസ്റ്റ് തിയറി എന്ന് പറയുകയാണെങ്കിൽ അവര് ഒരു റിയലിസ്റ്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിയലിസ്റ്റ്? ഫിക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിയലിസ്റ്റ് അല്ലെ. റിയലിസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളതാണത്, അല്ലാതെ ഒരു ഇമാജിനേഷനോ ഒരു മെറ്റഫറോ അങ്ങനെയൊന്നുമില്ല, ഉള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതെ, റിയാലിറ്റി. ഓക്കെ, റിയലിസ്റ്റ് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദ ജർമ്മൻ ജൂറിസ്റ്റ് ഗിയർക്ക്. ഇറ്റ് വാസ് ദെൻ ഹോൾലി ഫോളോഡ് ബൈ വേറെയുള്ള ആളുകളൊക്കെ. പോളോക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഫെഡറിക് പോളോക്ക്. അപ്പൊ വേണമെങ്കിൽ ഗിയർക്ക് പിന്നെ പോളോക്ക് എന്ന് നിങ്ങൾക്ക് പറ്റുന്ന പേരുകളൊക്കെ, നിങ്ങൾക്ക് അറിയുന്ന പരിചിതമായ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇതിലെന്താ പറയുന്നത്? ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് ഇവർക്ക് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ഫിക്ടീഷ്യസ് പേഴ്സണാലിറ്റി അല്ല. ഓക്കെ, റിയൽ ആൻഡ് റെക്കഗ്നൈസ്ഡ് പേഴ്സണാലിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ലോ. നിയമം ക്രിയേറ്റ് ചെയ്തതല്ല, ദേ ഹാവ് എ പ്രോപ്പർ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരിതിന് ഒരു വേറൊരു പേരും കൂടി ഈ തിയറിക്ക് കൊടുക്കുന്നുണ്ട്. റിയൽ തിയറി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യോളജിക്കൽ തിയറി എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യോളജിക്കൽ തിയറി ബിക്കോസ് ഇൻ കോർപ്പറേറ്റ് അഗ്രിഗേറ്റിൽ എന്താ നമ്മൾ പറയുന്നത്? കളക്റ്റീവ് വിൽ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അല്ലെ. കോർപ്പറേറ്റ് അഗ്രിഗേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചില്ലേ ഫസ്റ്റ്? അപ്പൊ അതിലെന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ്സ് എ കളക്റ്റീവ് വിൽ എന്ന് പറഞ്ഞു അല്ലെ. അതായത് കുറെ കൂട്ടം ആളുകൾ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസ് കളക്റ്റീവ് ആയിട്ട് വന്നിട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പം കോർപ്പറേറ്റിന് സ്വന്തമായിട്ട് ഒരു ബില്ലുണ്ട്, ഒരു ഫിക്റ്റീഷ്യൻ ഒന്നുമില്ല, ശരിക്കുള്ളത് തന്നെയാണ്. കുറെ ആളുകൾ തമ്മിൽ അവര് എന്താ പറയാ, ഹ്യൂമൻ പേഴ്സണാലിറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും അതുള്ളതാണ്. അതിന് അല്ലാതെ ഇതൊരു ഇമാജിനേഷൻ ഒന്നുമല്ല. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ നമുക്കൊരു ഇമാജിനേഷൻ ഫിക്റ്റീഷ്യസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കാരണം ഇവിടെ മനുഷ്യന്മാരുണ്ട് അല്ലെ, അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഫീച്ചേഴ്സ് ഒക്കെ അതിലൂടെ പ്രകടമാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്കൊരു മെറ്റഫറിക്കൽ അല്ലെങ്കിൽ ഒരു ഇമാജിനറി എന്നുള്ള രീതിയിലേക്ക് അതിന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് എ റിയൽ പേഴ്സണാലിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ലോ. വെറുതെ ഉള്ള ഒരു പേഴ്സണാലിറ്റി അല്ല, ഇറ്റ് ഈസ് എ റിയൽ പേഴ്സണാലിറ്റി ദാറ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ ആണ്. അപ്പം ഹ്യൂമൻ പേഴ്സണാലിറ്റിന്റെ അഗ്രിഗേറ്റ് ഫീച്ചേഴ്സ് എല്ലാം കൂടി നമ്മൾ മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ദ കോർപ്പറേഷൻ അഗ്രിഗേറ്റ് ആൻഡ് നോട്ട് ടു കോർപ്പറേഷൻ സോളിനെ പറ്റി ഈ തിയറി പറയുന്നില്ല. ഓക്കെ, സോറി, ഇതിന്റെ ക്രിറ്റിസിസം ആയിട്ട് വന്നത് ഈ തിയറി പറയുന്നത് കോർപ്പറേറ്റ് സോളിനെ വെച്ചിട്ട് അവരതിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അവരെന്തിലേക്ക് പറയുന്നുള്ളൂ? കോർപ്പറേറ്റ് അഗ്രിഗേറ്റിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം ഇത് പ്രാക്ടിക്കൽ തിയറി അല്ല, ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ റിയൽ വേൾഡ് എന്ന് പറയാം. ശരിക്കും നമുക്ക് അങ്ങനെ നോക്കിയാൽ നമുക്ക് തോന്നും. കാരണം ഇവൻഡോ കമ്പനിയെ ആസ്തിച്ച് നമ്മളൊരു ഫിക്റ്റീഷ്യസ് ആയിട്ട് വെക്കുകയാണല്ലോ. ശരിക്കും കമ്പനിയിലുള്ള ആളുകൾ അങ്ങനെയാണെങ്കിലും ഇതിന്റെ എല്ലാ ഭാഗവും ശരിക്കും റിയലിസ്റ്റ് തിയറി പറയുന്നില്ല. ആളുകളുണ്ട്, എന്നാ പിന്നെ നമുക്ക് ആളുകളുടെ പേരിൽ തുടങ്ങിയാൽ പോരെയൊന്നും. അങ്ങനെയല്ലല്ലോ, നമ്മൾ വേറൊരു ഒരു കമ്പനീന്റെ ഒരു എക്സിസ്റ്റൻസ് വേറെ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം രണ്ടിനും രണ്ട് സൈഡ്സും ഉണ്ട്. നിങ്ങളത് കറക്റ്റ് ഏതാണ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിൽ ഒരു തിയറിയും പെർഫെക്റ്റ് ആയിട്ട് ഒന്നിനും പറയുന്നില്ല. ബിക്കോസ് നമുക്കറിയാം കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആര് കൊടുക്കുന്ന തന്നെയാണ്? നിയമം കൊടുക്കുന്ന തന്നെയാണ് അല്ലെ. അല്ലാതെ മനുഷ്യന്മാര് പിന്നിലുണ്ട്, പക്ഷെ എന്നാലും എന്തില്ല, ആ മനുഷ്യന്മാരാണോ മുന്നോട്ട് നിൽക്കുന്നത്? അല്ല, കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു ലോജിക്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി രണ്ട് തിയറീസും. അപ്പൊ ഫിക്റ്റീഷ്യസ് തിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് തിയറി? ഈ റിയലിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രാക്കറ്റ് തിയറി ആണ്. ഐ തിങ്ക് ബ്രാക്കറ്റ് തിയറി ഓൾസോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർക്കുന്നുണ്ടോ ബ്രാക്കറ്റ് തിയറി? തിയറീസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തുകൂടെ വരണം? അതിന്റെ ഒരു എന്താണെന്നുള്ളതിന്റെ ഒരു സമ്മറി നിങ്ങളെ മനസ്സിൽ വരണം. പ്രൊപ്പൗണ്ടർ ആരാന്നുള്ളത് ഒറ്റടിക്ക് വരാൻ സാധിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, ഒറ്റ വാക്കിൽ കിട്ടണം. അതായത് ഓക്കെ, ഇപ്പൊ റിയലിസ്റ്റ് തിയറിന്റെ പ്രൊപ്പൗണ്ടർ ആരാ? പോളോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീക്ക് ഉണ്ടായിരുന്നു. റിയലിസ്റ്റ് എന്താ നിങ്ങൾക്ക് അറിയാം,
ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ച ഒരാൾക്ക് റിയലിസ്റ്റ് എന്താണെന്ന് അറിയാം, അത് പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആ ഫാക്ച്വലി മഗ്ഗപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് പേര്, ആരൊക്കെയാണ് പ്രൊപ്പോണ്ടേഴ്സ്. അപ്പൊ റിയലിസ്റ്റ് തിയറി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, പക്ഷെ പ്രൊപ്പോണ്ടർ ആരെന്ന് ചോദിക്കണമെങ്കിൽ അത് നമ്മൾ ഇരുന്ന് പഠിക്കന്നെ വേണം, അല്ലെ? റിയലിസ്റ്റ് തിയറിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഒരു സാധനം പഠിക്കുമ്പോൾ അതിന്റെ ഫാക്ച്വൽ പാർട്ടും ഉണ്ടായിരിക്കും, അതിന്റെ കോൺസെപ്ഷ്യൽ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ റിയലിസ്റ്റ് തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നോ ഇറ്റ് ബിക്കോസ് യു നോ ദ കോൺസെപ്റ്റ്. ഞാനിപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ദാറ്റ്സ് ക്ലിയർ. പക്ഷെ മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആരാണ് പ്രൊപ്പോണ്ടർ എന്ന് ചോദിച്ചാൽ പ്രൊപ്പോണ്ടർ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെ? അല്ലാതെ പ്രൊപ്പോണ്ടർ നമുക്ക് ഗസ് ചെയ്തെടുക്കുക, കോൺസെപ്റ്റ് ഉണ്ടായിട്ട് പ്രൊപ്പോണ്ടർ കിട്ടുമോ? ഇല്ല. ദാറ്റ് ഇസ് ദ ഫാക്ച്വൽ പാർട്ട്. ഫാക്ച്വൽ പാർട്ട് യു ഹാവ് ടു മാർക്ക്, എഴുതി പഠിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തലയിൽ കയറും, കോൺഷ്യസ്ലി അല്ലെങ്കിലും സബ് കോൺഷ്യസ്ലി തലയിൽ കയറണം. ഇപ്പൊ നിങ്ങൾ ഓരോ BNSലും BNSSലും സെക്ഷൻസ് ഒക്കെ പഠിക്കണില്ലേ? ഈ ഏതാണ് വാട്ട് ഇസ് ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങളോട് ലീഡിങ് ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ഏതാണ് BSAയില് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻ പഠിക്കുന്ന വേണം. അല്ലെങ്കിൽ പിന്നെ അയാൾ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് നമ്മളിപ്പോ കുറെ കാലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വക്കീലന്മാർക്ക് കുറെ വർഷത്തെ പ്രാക്ടീസ് ഉള്ള വക്കീലന്മാർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സെക്ഷൻസ് കിട്ടുന്നത്? ദാറ്റ് ഇസ് ടു പ്രാക്ടീസ്. അതിങ്ങനെ കാണപ്പാടം അല്ലെങ്കിൽ അതിങ്ങനെ പ്രാക്ടീസിലൂടെ വരുന്നതാ. അപ്പം എങ്ങനെയാണെങ്കിലും സാധനം നമുക്ക് കിട്ടണം സ്പോട്ടില്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഒരു കാര്യം പഠിക്കാൻ. അപ്പൊ കോൺസെപ്ഷ്യൽ പാർട്ട് കഴിഞ്ഞാൽ ഫാക്ച്വൽ പാർട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഡെയിലി റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ കോൺസെപ്റ്റും റിവൈസ് ചെയ്യണം കേട്ടോ. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു കോൺസെപ്റ്റ് സിമിലർ ആയിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ആ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഡെയിലി റൂട്ടീൻ, നിങ്ങൾ പഠിക്കുന്ന ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഒരു സമയം റിവിഷൻ ആയിട്ട് തന്നെ മാറ്റി വെക്കണം. കാരണം റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് കോമ്പറ്റേറ്റീവ് എക്സാം ഇസ് കൺസെപ്റ്റ്. ഓക്കെ, പുതിയത് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, പഴയത് മറക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളിത്. ഓക്കെ, ഉള്ളത് നമ്മൾ വൃത്തിക്ക് പഠിക്കണം. അപ്പം റിവിഷൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ച ടോപ്പിക് നിങ്ങൾക്ക് നാളെ രാവിലെ ഇന്ന് 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കവർ ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്താൽ മതി. കാരണം ഫ്രഷ് ആണ് മെമ്മറിയിൽ. അത് മറ്റന്നാളെ വെറും 10 മിനിറ്റ് മതി. പിന്നെയുള്ള ദിവസങ്ങളിൽ വായിച്ചു നോക്കും. അതായത് നാളെ രാവിലെ 15 മിനിറ്റ് വൃത്തിക്ക് ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ ആ ടൈം റെഡ്യൂസ് ചെയ്ത് വരിക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന്റെ അന്ന് തലേ ദിവസം നിങ്ങളിപ്പോ ഈ ടോപ്പിക് എല്ലാം ഒറ്റ ഷീറ്റ്, ട്രൈ ടു ബ്രിങ് ഡൗൺ യുവർ പോയിന്റ്സ് ടു 1 സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ചെറുതായിട്ടൊക്കെ എഴുതിയിട്ട്, കാരണം നമ്മൾ ഒറ്റടിക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കാണുന്ന രീതിയിലായിരിക്കണം. ഈ ടിപ്സ് ഒക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തരാണ്. ഓക്കെ, നമ്മൾ ഒറ്റ പേജിൽ എഴുതുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറെ പേജിൽ എഴുതി വെച്ചാൽ പരീക്ഷന്റെ തലേന്ന് എല്ലാം കൂടി മറിച്ച് ഒന്നെ ആലോചിച്ച് നോക്കൂ. ഒരു 2 പേജിലെല്ലാം എഴുതിയത് മറിച്ച് ഒറ്റടിക്ക് അങ്ങനെ നോക്കുന്നതാണോ, ഒരു വലിയൊരു പുസ്തകം എടുന്ന് വായിക്കുന്നതാണോ പരീക്ഷന്റെ തലേന്ന്? ദാറ്റ്സ് ഹൗ യുവർ ബ്രെയിൻ വർക്ക്സ്. നമ്മളെ ബ്രെയിനിന് ഒരു സൈക്കോളജി ഉണ്ട്. അങ്ങനെ വേണം നമ്മളെ ട്രെയിൻ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, പരീക്ഷന്റെ തലേ ദിവസം നിങ്ങൾക്ക് 2 പേജിലുള്ള ഒരു മെറ്റീരിയൽ തന്നിട്ട് ഞാൻ പറയാണ് ഇത് മാത്രം വായിച്ചാൽ മതി, നീ ഇത് പഠിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഞാൻ വലിയൊരു ബുക്കും തന്നതിന് ആദ്യം വിച്ച് വൺ വിൽ മേക്ക് യു ഹാപ്പി, അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടിയിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുക. ചിലപ്പോൾ ഇതേ സാധനം തന്നെ കാലം അതിലുണ്ടാവുക, പക്ഷെ അത് കുറച്ച് വലിച്ചു വാരി നീട്ടിയതായിരിക്കും. ദിസ് ഇസ് ലൈക്ക് കൺസൈസ്. സോ ട്രൈ ടു മേക്ക് യുവർ പോയിന്റ്സ് വെരി കൺസൈസ് ആയിട്ട് കൊണ്ടുപോകണം. ഒരു ടോപ്പിക് കിട്ടിയാൽ ആരാണ് അതിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് എഴുതുക, അത് വേണമെങ്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുക, വേറെ മഷി കൊണ്ട് എഴുതുക ചെയ്യുക. പിന്നെ എന്താണ് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ എന്താന്ന് വെച്ചാൽ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആ ഒറ്റ വായനയിൽ മനസ്സിലാവണം. അങ്ങനെ ആയിരിക്കണം അത് എഴുതി വെക്കേണ്ടത്. നിങ്ങൾക്ക് മാത്രം ഇത് മനസ്സിലായാൽ മതി, വേറെ ഒരാൾക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവണം കേട്ടോ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. പിന്നീട് അത് വായിക്കുമ്പോൾ മനസ്സിലാവാതിരിക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം സ്മാർട്ട്ലി ഹാവ് ടു പ്രിപ്പയർ യുവർ നോട്ട്സ്. ഫൈൻ. അപ്പൊ ബ്രാക്കറ്റ് തിയറി വാസ് ഫൗണ്ടഡ് ബൈ വെരീലിസ് സൊമേറസ്. ഓക്കെ, കുറച്ച് വെറൈറ്റി പേരാണ്. അപ്പം ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ്, അതേപോലെ തന്നെ ഒരു ഫീസിബിൾ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആണ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് സിംബോളിസ്റ്റ് തിയറി. ഓക്കെ, സിംബോളിസ്റ്റ് തിയറി. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് സിംബോളിസ്റ്റ് തിയറി എന്നുണ്ട്. അതായത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ, അല്ലെങ്കിൽ ആളുകൾ ഇത് സെറ്റപ്പ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പക്ഷെ നിയമം ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, നിയമത്തിന് കാര്യങ്ങൾ ഒന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ബ്രാക്കറ്റ് ഇടുകയാണ് അതിന്റെ ചുറ്റും.
അതായത് സംഭവം അതിനൊരു സിംബോളിക്കലി അതിനൊരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഈസി കൺവീനിയൻസിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ പീപ്പിൾ ഹു റെപ്രസെന്റ് ദ കോർപ്പറേഷൻ മേക്ക് അപ്പ് ദ കോർപ്പറേഷൻ. സോ ദ ലോ ഓൺലി, അല്ല അവർ തന്നെയല്ലേ ശരിക്കും ഇത് മേക്കപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെ, റെപ്രസെന്റ് ചെയ്യുന്നവർ തന്നെയാണ് ദേ ആർ മേക്കിംഗ് അപ്പ് ദ കോർപ്പറേഷൻ. ദ ലോ ഓൺലി പുട്ട്സ് എ ബ്രാക്കറ്റ് അറൗണ്ട്. ലോ അതിന്റെ ചുറ്റും ഒരു ബ്രാക്കറ്റ് മാത്രമേ ഇടുന്നുള്ളൂ ഫോർ കൺവീനിയൻസ് പർപ്പസസ്, കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാത്രം. സോ വി കൺസിഡർ ദീസ് മെമ്പേഴ്സ് ആൻഡ് ദ കോർപ്പറേഷൻ. അപ്പൊ നമ്മൾ ഈ മെമ്പേഴ്സിനെയും കോർപ്പറേഷനെയും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? നമ്മൾ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു വൺ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായത്? ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളത് ബ്രാക്കറ്റ് ചെയ്യാണ് ലോ. ഓക്കെ, കാരണം ഇത്രയും ആളുകളാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു കൺവീനിയൻസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദ പ്രാക്ടിക്കൽ വേൾഡ് however we find that the personality of the corporation is separate. അല്ലെ, പക്ഷെ പ്രാക്ടിക്കൽ വേൾഡ് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇത് ബ്രാക്കറ്റ് ചെയ്തിട്ട് നമ്മൾ കൺവീനിയൻസിന് പേരിടുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എന്നിട്ട് പക്ഷെ നമ്മൾ ഒരു സിംഗിൾ എക്സിസ്റ്റൻസ് ആണ് വേറെല്ലേ കൊടുക്കുന്നത്, അല്ലാതെ കമ്പൈൻഡ് എക്സിസ്റ്റൻസ് അല്ലല്ലോ അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ബേസിക്കലി ഇതൊരു വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന് വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സോളമൻ വേഴ്സസ് സോളമൻ കേസ് തന്നെ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ അതിൽ വീണ്ടും പറയുന്നത് തന്നെയാണ്, രണ്ടിനും വേറെ വേറെ എക്സിസ്റ്റൻസ് ആണ്. ഇവൻ ദോ നമ്മൾ മെമ്പേഴ്സിനെ ബ്രാക്കറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിംബോളിക്കലി നമ്മൾ കൺവീനിയൻസിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും അതിന് നമ്മൾ വേറൊരു എൻറ്റിറ്റി ആയിട്ടല്ലേ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ വി ആർ നോട്ട് മിക്സിങ് ഇറ്റ് അപ്പ്, റൈറ്റ്? നമ്മൾ മിക്സ് ചെയ്യുന്നില്ല, അതിനെ വെട്ടിമുറിച്ച് അതിന് വേറെ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. അതാണ് ബ്രാക്കറ്റ് തിയറി. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തിയറി എഴുതുക. തിയറി എഴുതുമ്പോൾ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് കളർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ പ്രൊപ്പൗണ്ടർ ആരെന്ന് എഴുതുക. ഓക്കെ, പിന്നെന്താ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ലൈനിൽ എന്താന്ന് തിയറി എഴുതുക. ഒരു ലൈൻ ആവണമെന്നില്ല, സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ കീവേഡ്സ് എഴുതിയാലും മതി. പക്ഷെ പിന്നെ ആ കീവേഡ്സ് വായിക്കുമ്പോൾ മനസ്സിലാവണം. ഈ കീവേഡ്സ് എഴുതുമ്പോഴുള്ള പ്രത്യേകതയാണ്, പിന്നെ അത് ദിവസം വായിക്കുന്നവൻ അത് അറിയാം. ദെയർ ലൈസ് എ ഡിഫറൻസ്. ഇന്ന് കീവേഡ്സ് എഴുതിയിട്ട് നാളെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വാട്ട് ഇസ് കൺസെഷൻ തിയറി? കൺസെഷൻ തിയറിയിൽ കൺസെന്റ് എന്ന വാക്കിനോട് നിങ്ങൾ ഉപമിച്ചിട്ട് പറയാ, ഇതില് മച്ച് സിമിലർ വിത്ത് ദ ഫിക്ഷൻ തിയറിയുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഇറ്റ് സേസ് ദാറ്റ് ഇതിൽ പറയുന്നത് എനി ലീഗൽ പേഴ്സണാലിറ്റി ക്യാൻ ടേക്ക് ബർത്ത് ഫ്രം ലോ ഇറ്റ് സെൽഫ്. ഏതൊരു ലീഗൽ പേഴ്സണാലിറ്റിക്കും നിയമത്തിൽ നിന്നും തന്നെ ബർത്ത് എടുക്കാണ്. പക്ഷെ ഇതിൽ ബേസിക്കലി എന്ന് വെച്ചാൽ കൺസെഷൻ ഓർ ഗ്രാൻഡ്, നമ്മൾ നിയമം ഒരു കൺസെഷൻ ഓർ ഗ്രാൻഡ് കൊടുക്കണുണ്ട് അല്ലെ. നമ്മളത് സ്റ്റാറ്റ്യൂട്ടറിലി ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിയമമാണ് എന്ത് ചെയ്യുന്നത്, അതിന് ഒരു ഗ്രാന്റ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെന്ന് പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഇതിൽ പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലീഗൽ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റെക്കഗ്നിഷൻ ഓഫ് ലോ മസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിയമം അതിനെ റെക്കഗ്നൈസ് ചെയ്യണം ആ ഒരു എൻറ്റിറ്റിയെ എന്നാണ് പറയുന്നത്. വെറുതെ ഒരു ലീഗൽ പേഴ്സൺ ആവാൻ പറ്റൂല അല്ലെ. നിയമം ഹാസ് ടു ഗീവ് ദ കൺസെന്റ്, അല്ലെങ്കിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അതിനെ പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഐ ഡോണ്ട് തിങ്ക് യു നീഡ് മച്ച് എക്സ്പ്ലനേഷൻ ടു ദാറ്റ്. കൺസെഷൻ എന്നുള്ള വാക്കിലൂടെ കൺസെന്റ് എന്നതിനോട് നിങ്ങൾ ഉപമിക്കുക. സോ കണക്ട്, ട്രൈ ടു ലേൺ ലൈക്ക് ദാറ്റ്. കാരണം ഇതൊക്കെ നമുക്കിതൊന്നും ചിന്തിച്ചെടുത്താലൊന്നും ഗസ് അടിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പം കഴിയുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ വാക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കണം. അപ്പൊ കൺസെഷൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ കൺസെന്റ് എന്ന വാക്കിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ സ്റ്റേറ്റിന് കൺസെന്റ് കിട്ടണം അല്ലെങ്കിൽ നിയമത്തിന്റെ കൺസെന്റ് കിട്ടണം അല്ല, ദാറ്റ് ഇസ് എൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. നൗ ഓർഗാനിസം തിയറി ആണ്. ഈ ഓർഗാനിസം തിയറി എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഈസ് ലൈക്ക് എൻ ഓർഗാനിസം. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തെ പോലെയാണ്. ഇത് നമ്മൾ എടുത്തിട്ടില്ല അതുവരെ ഈ ഒരു തിയറിയിൽ. ഐ ഹാവൻ ഡിസ്കസ് ദിസ് ബിഫോർ. ഓക്കെ, അപ്പം ഇതിനെന്ന് പറയുകയാണെങ്കിൽ ലിംസുകൾ ഉണ്ട്. ഓക്കെ, ലിംസിൽ അറിയാലോ, അപ്പൊ മെമ്പേഴ്സ് ആണ്, മെമ്പേഴ്സിനെ ലിംസുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. കൺസെഷൻ തിയറിയിലെ പ്രൊപ്പൗണ്ടർ, കൺസെഷൻ തിയറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രൊപ്പൗണ്ടേഴ്സ്
അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഓക്കെ, ഇപ്പൊ ചില തിയറീസ് ചിലപ്പോൾ അതിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും അതായത് ഒരു നോർമലി ഉള്ള മെയ്ഡപ്പ് ആയിട്ടുള്ള തിയറീസും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രപ്പോണ്ടൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഇൻക്ലൂഡ് ദാറ്റ്. ഓക്കെ, മാം ലാസ്റ്റ് ക്ലാസ്സിലെ സാൽമണ്ടും സാവിന്റെയും ഡൈസ് ഒക്കെ അത് സപ്പോർട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഫിക്ഷൻ തിയറിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് പറഞ്ഞു. ശരി മാം. അവർ ഫിക്ഷനിൽ ഉള്ളതാണല്ലോ. അപ്പൊ ദിസ് ഹാസ് ഗോട്ട് എ സിമിലാരിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. അപ്പം ഓർഗാനിസം തിയറി എന്ന് പറയുമ്പോൾ യു ക്യാൻ തിങ്ക് ഓക്കെ ഓർഗാനിസം. അപ്പൊ ഓർഗാനിസം തിയറി എന്ന് പറയുമ്പോൾ ദേ ആർ ഇക്വേറ്റിംഗ് ഇറ്റ് വിത്ത് ആൻ ഓർഗാനിസം. അപ്പൊ ഓർഗാനിസത്തിന്റെ ലിംസ് ആയിട്ടാണ് എന്ത് മെമ്പേഴ്സിനെ കാണുന്നത്. അപ്പം ടോപ്പ് എന്ന് പറയുന്നത് ഹെഡ്. ഒരു കമ്പനിക്കാണെങ്കിലും ടോപ്പ് ഹെഡ് അതോറിറ്റീസ് ആണല്ലോ അങ്ങനെ. പിന്നെ അതർ ഓർഗാൻസ്, പിന്നെ മറ്റു ഓർഗാൻസിനെയും കൂടി നമ്മൾ എടുക്കുകയാണ്. നമ്മളെ മറ്റ് ഇൻഡിപെൻഡന്റ്, ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയിൽ വേറെയും കുറെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ നമ്മളെ ബോഡിയിലാണെങ്കിലും ഹെഡും ലിംബും മാത്രമാണ് നമുക്കുള്ളത് അല്ല, വേറെയും ഓർഗാൻസുകൾ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇതിന്റെ എസെൻഷ്യൽ ഫങ്ഷൻസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവ്രിവൺ? ഓക്കെ. യെസ് മാം. അപ്പം ദ ലീഗൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഈസ് ഗിവൻ ടു ദ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിക്ക് ഈ തിയറീസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കോർപ്പറേറ്റ് പേഴ്സണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എപ്പോഴാണ് ശരിക്കും നമുക്ക് കൊടുക്കുക? ലോന്റെ ഒരു കൺസെഷനോട് കൂടിയാണ് ഈ തിയറീസ് ഒക്കെ ശരിക്കും ആപ്ലിക്കബിൾ ആവുന്നത് അല്ലെ. അല്ലാതെ ഇത് ശരിക്കും ഒരു എൻഡിലോട്ട് വരുന്നില്ല. റൈറ്റ് അല്ലെ? ഇതിന് ഒരു നിയമത്തിന്റെ റെക്കഗ്നീഷൻ ഇല്ലാതെ ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഇവിടെ ഇല്ല. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ ലീഗൽ തിയറിയിലുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഞാൻ ഈ സ്ലൈഡ് ഒന്നിങ്ങനെ, അപ്പൊ ഇത് ഓൾമോസ്റ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി നമ്മൾ ഓൾമോസ്റ്റ് വി ഹാവ് ഫിനിഷ്ഡ് കൈൻഡ് ഓഫ്. ഓക്കെ, കുറെയൊക്കെ നമ്മൾ ഡെപ്തിൽ പോയി. അപ്പം ഇനി ഞാൻ നോക്കട്ടെ, ഇനി ഏതെങ്കിലും ഇതിൽ മിസ് ഔട്ട് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ് അഗെയിൻ. ഓക്കെ, ഇനിയും ഡെപ്തിൽ നമുക്ക് ഇതിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് ഞാൻ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിരിക്കും പോകുന്നത്. ഞാൻ സ്ലൈഡ്സ് ഒന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. പ്ലീസ് റീഡ് ഇറ്റ്. നിങ്ങൾ ഈ സ്ക്രീൻ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ടോപ്പിക് കവർ ചെയ്താലും നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ ആയിരിക്കും. ഇതെന്തായാലും നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. എന്നിട്ട് വി ക്യാൻ ഐ വിൽ ബി ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് ഓൾസോ. ഓക്കെ, വെറുതെ സമയം കളയണ്ട. ഞാൻ സ്ക്രീൻ ഇങ്ങനെ കാണിക്കാം, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കുക. ഫൈൻ, ജസ്റ്റ് റീഡ് ഇറ്റ്. ഞാൻ ഈ സ്ലൈഡ് ഇങ്ങനെ മാറ്റാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ നോട്ട് ചെയ്തുന്ന സമയത്ത് ഈ സ്ലൈഡിലുള്ള നിങ്ങൾക്ക് സ്ലൈഡ്സ് അവൈലബിൾ ആവുമല്ലോ. ഈ സ്ലൈഡിലുള്ളത് ഫുള്ള് നിങ്ങൾ കോപ്പി ചെയ്യരുത് കേട്ടോ. നിങ്ങളെ നോട്ട് എപ്പോഴും എന്തായിരിക്കണം? ഇതിന്റെ ഒരു 1/4 അതിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുറയ്ക്കണം. കാരണം നിങ്ങളുടെ നോട്ടും സ്ലൈഡും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ സ്ലൈഡ് നന്നായിട്ട് വായിച്ച ഒരാൾക്ക് മാത്രമേ അല്ലെ, നമ്മൾ ഒരു പാരഗ്രാഫ് നമ്മൾ 10 തവണ വായിച്ചാൽ മാത്രമേ അതൊരു 2 ലൈനാക്കി ചുരുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ലൈനാക്കി ചുരുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഒരു തവണ 2 തവണ വായിച്ചാൽ എന്നിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം എഴുതണം. പക്ഷെ ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത് നമുക്ക് മനസ്സിലാവുക അതൊരു 10 തവണ കുറഞ്ഞത് വായിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവണം നിങ്ങൾ റിവിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡ് കൈ കിട്ടുമ്പോൾ ഇതൊരു 10 തവണ വായിച്ചിട്ടേ നോട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ തന്നെ പെന്നും പേപ്പറും എടുത്ത് എഴുതിയാൽ അവസാനം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ സ്ലൈഡിലുള്ളതൊക്കെ ആ പേപ്പറിൽ ഉണ്ടാവും. ദാറ്റ് ഇസ് നോട്ട് എ നോട്ട്. ഇങ്ങനത്തെ എക്സാമിന് ദാറ്റ് ഇസ് നോട്ട് എ നോട്ട് വെൻ ഇറ്റ് കംസ് ടു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ,
ഇത് വായിക്കണം കേട്ടോ, എല്ലാവരും വായിക്കാതെ ഇതാക്കരുത്. ദാറ്റ്സ് വൈ ഐ എം ഷോയിങ് ദിസ്. നമ്മൾ കൊടുക്കുന്ന സമയം നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് കൊടുക്കുക. ഓക്കെ. ഓക്കെ, വായിച്ചല്ലോ എല്ലാവരും? അപ്പൊ ഇതിലിപ്പോ ഓൾമോസ്റ്റ് വി ഹാവ് കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് മുന്നുള്ള സ്ലൈഡ്സുകളും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് യു ഹാവ് ടു മേക്ക് നോട്ട് ഓൾ ടുഗെദർ. ഓക്കെ, എല്ലാം കൂടി വായിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ആദ്യം ചാടിക്കറി നോട്ട് ഉണ്ടാക്കരുത്. ദാറ്റ് വിൽ നെവർ ബി എ ഗുഡ് നോട്ട്. നന്നായി വായിച്ചിട്ട്, അതിപ്പോ ഏത് ടോപ്പിക് ആണെങ്കിലും നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള വേർഡ്സിലാണ് എന്ത് ചെയ്യേണ്ടത്, ആ നോട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പം അത് വളരെ സിമ്പിൾ ആയിരിക്കണം. അത് നിങ്ങൾ എപ്പോഴും നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏത് ഇതാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ എക്സാമിന്റെ രാത്രി, തലേ ദിവസം രാത്രി അല്ലെങ്കിൽ തലേ ദിവസം അല്ല, എക്സാമിന് ഒരു പ്രീവിയസ് ഡേ ഉണ്ടാവുമല്ലോ, ആ തലേ ദിവസം എനിക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന, എന്നെ ഹാപ്പി ആക്കിക്കൊണ്ട്, നമ്മളെ മടുപ്പിക്കരുത്, നമ്മളെ ബ്രെയിനിന് മടുപ്പ് കൊടുക്കാത്ത രീതിയിൽ എനിക്ക് അത് റിവൈസ് ചെയ്യാൻ എങ്ങനെ പറ്റും, ആ ഒരു രീതിയിൽ വേണം നോട്ട് ഉണ്ടാക്കാൻ. ഒരു 10 പേജ്, ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഒരു 10 പേജിൽ നിങ്ങൾ നോട്ട് എഴുതുന്നതാണോ, ഒരു ഷീറ്റിന്റെ, ഇപ്പൊ ഇതൊരു പേപ്പർ ആണെങ്കിൽ സപ്പോസ് ഇതിന്റെ ഒരു പീസേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ ഒരു A4 ഷീറ്റ് ഇങ്ങനെ എടുക്കുന്നത് ഈ ഒരു സൈഡിൽ തീരണം, അല്ലെങ്കിൽ ഒരു ഷീറ്റിന്റെ ഒരു സൈഡിൽ തീരണം. ഇതിപ്പോ ഒരു ഫുൾ A4 ഷീറ്റ് ആണെങ്കിൽ അതിന്റെ ഒറ്റ സൈഡിൽ തീരണം. മനസ്സിലായോ? കാരണം ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, അപ്പൊ അതിൽ കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതിയാൽ മതി ഓരോന്നായിട്ട്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക, റിവിഷൻ ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. അപ്പൊ ബാക്കി നമുക്ക് ഐ തിങ്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും നെക്സ്റ്റ് ക്ലാസ്, നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.